പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സ്വയം പര്യാപ്തത എന്ന കഥ കേൾക്കൂ. പച്ചക്കറിക്കൊക്കെ തീ വിലയാ. അതെ അതെ, എങ്ങനെ വാങ്ങും? വാങ്ങാതിരിക്കും. പൊന്നു ചേട്ടാ, പച്ചക്കറിക്ക് ഇങ്ങനെ വില കൂട്ടരുത്. പച്ചക്കറി ചന്തയിലെത്തിയ ഷില്ലിക്കുരങ്ങും ജില്ലിമുയലും കടക്കാരൻ കിട്ടൻ കരടിയോട് പറഞ്ഞു, പച്ചക്കറിക്കൊക്കെ എന്താണിത്ര പൊള്ളിത്തിളയ്ക്കുന്ന കൊള്ളവില? സ്വർണത്തിനേക്കാൾ വിലയാണല്ലോ ചേട്ടൻ്റെ കടയിലെ പച്ചക്കറിക്ക്. ആഹാ, ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിക്ക്. വരൾച്ച മൂലം അയൽക്കാടുകളിലെ പച്ചക്കറി വരവ് ഏതാണ്ട് നിലച്ച മട്ടാണ്. അവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് വിളവെടുത്ത് കൊണ്ടുവരുമ്പോൾ വെറുതെ ഇരുന്ന് തിന്നുന്ന നമുക്കതിന് വില കൂടുതലാണ് പോലും. കരടി ഇഷ്ടക്കുറവ് മറച്ചു വച്ചില്ല. ഇവിടെയുള്ളവർ പണിയെടുത്താൽ ഇതിൻ്റെ പകുതി വിലയ്ക്ക് സാധനം കിട്ടും, അതും കൂടുതൽ രുചിയുള്ള വിഷമയമില്ലാത്തത്. ചെല്ലൻ കുരങ്ങ് അപ്പൂപ്പൻ പറഞ്ഞു, നമ്മുടെ കാട്ടിലെ കൂട്ടുകാർക്ക് മെയ്യും നനങ്ങിപ്പണിയെടുക്കാൻ പറ്റില്ല, പിന്നെന്തു ചെയ്യും നമ്മൾ? അന്യരുണ്ടാക്കുന്ന പച്ചക്കറി പൊന്നും വില നൽകി വാങ്ങിയിടുക. എനിക്ക് വയ്യാതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എത്ര പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളതാണ്. ആരെങ്കിലും കൂടുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ തയ്യാർ. ചെല്ലന് മറുപടിയായി ജില്ലൻ കുരങ്ങ് പറഞ്ഞു, മൂത്തുപഴുത്ത പച്ചക്കറി വിത്തുകൾ ഞാൻ തരാം. നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല വിലയ്ക്ക് വാങ്ങുകയും ചെയ്യാം. കിട്ടൻ കരടി അവരെ പ്രോത്സാഹിപ്പിച്ചു. ഷില്ലിയും ജില്ലിയും അർത്ഥസമ്മതം മൂളി. നമുക്കൊരുമിച്ച് കൃഷി ചെയ്യാം. ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി വിലയ്ക്ക് കൊടുക്കാനും പറ്റും. എന്നും വല്ലവരെയും ആശ്രയിച്ച് കഴിയാമെന്ന് കരുതരുത്. സ്വന്തം കാലിൽ നിൽക്കണം. കുരങ്ങപ്പൂപ്പൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. വളരെ നല്ല കാര്യം. പുറംകാട്ടിൽ നിന്ന് വരുന്നത് പ്രതീക്ഷിച്ചിരുന്നാൽ പട്ടിണി കിടക്കേണ്ടി വരും. അവനവനുള്ളത് അവനവൻ ഉണ്ടാക്കണം. ബിങ്കൻ കാട്ടുപോത്ത് ആവേശത്തോടെ പറഞ്ഞു. എല്ലാവരും അത് ശരിവച്ചു.